വെൽക്കം ടു വൺസ് അക്കാദമി. നമ്മൾ ഇന്ന് സ്ട്രക്ചർ അനാലിസിസ് 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് മൊമെന്റ് ഏരിയ തിയറംസ്. വളരെ സിമ്പിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്ട്രക്ചറിന്റെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം. അപ്പൊ ആദ്യം നമ്മളെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് ആണ്. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് ഈ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കേസുകളാണ്. ഒന്ന് ക്യാൻലിവർ ബീമിന്റെ കേസും അതേപോലെ തന്നെ ഒന്ന് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിലുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ക്യാൻലിവർ ബീമിന്റെ കേസിലും ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിലും പല രീതിയിലുള്ള ലോഡുകൾ വന്നു കഴിയുമ്പോൾ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലുള്ള വേരിയേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ സ്ട്രക്ചറിന്റെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രംസ് നമുക്ക് അറിഞ്ഞിരിക്കുക. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രംസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്തിന്റെ വേരിയേഷൻ ഓഫ് ബെൻഡിങ് മൊമെന്റ് അലോങ് എ ബീം. ഒരു ബീമിലൂടെ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ലെങ്കിൽ BMD എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം പല സ്ട്രക്ചറുകളുടെയും എങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് വരിക എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ സിലബസിൽ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കാൻലിവർ ബീമിന്റെയും സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ അകത്തും വേരിയസ് ടൈപ്പ് ഓഫ് സ്ലോട്ട്സ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് അതിൽ ബെൻഡിങ് മൊമെന്റ് വേരി ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു കാൻലിവർ ബീം അറിയാം. ഒരു കാൻലിവർ ബീമിന്റെ കേസിൽ ഒരു കാൻലിവർ ബീമിന്റെ അകത്ത് ഒരു പോയിന്റിലോട് W ആക്ട് ചെയ്തു. കാൻലിവർ ബീമിന്റെ ഫ്രീ എൻഡിൽ W എന്ന് പറയുന്ന ഒരു പോയിന്റിലോട് ആക്ട് ചെയ്തു. അങ്ങനെയാവുമ്പോൾ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയാണ് വരിക? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ നേരത്തെ നമുക്ക് വേറെ ഒന്നുമില്ല, ഇതൊരു ട്രയാങ്കുലർ വേരിയേഷൻ ആണ് വരിക. ഈ ട്രയാങ്കിളിന്റെ വാല്യൂ അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ മാക്സിമം വാല്യൂ ഫിക്സഡ് എൻഡിലെ ഫിക്സഡ് സപ്പോർട്ടിലെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് W×L ആയിരിക്കും. ഓക്കെ, ഒരു കാൻലിവർ ബീമിന്റെ കേസിൽ ഫ്രീ എൻഡിൽ ഒരു പോയിന്റിലോട് വന്നു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കുലർ വേരിയേഷൻ. കാരണം എന്താണ്? ഇത് W ആണ്. അപ്പൊ ഒരു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് മാറി കഴിയുമ്പോൾ അതിന് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു എക്സ് ഡിസ്റ്റൻസ് മാറി കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് W ആണ്, ഡിസ്റ്റൻസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് W×X ആയിരിക്കും. സിമിലർലി എൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എൽ സ്പാൻ ഉള്ള ഒരു സ്ട്രക്ചർ ആണ് എങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് W×L ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു കാൻലിവർ ബീമിന്റെ കേസിൽ ഒരു പോയിന്റിലോട് ഫ്രീ എൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും. ട്രയാങ്കുലർ വേരിയേഷൻ ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതേ കാൻലിവർ ബീമിന്റെ അകത്ത് ഒരു UDL വരുന്നു. UDL എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. W/മീറ്റർ ലെങ്ത് ഒരു ഇന്റൻസിറ്റി ഉള്ള L സ്പാൻ ലെങ്തില് ഒരു UDL വന്നു കഴിഞ്ഞാൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് വേരിയേഷൻ എങ്ങനെയായിരിക്കും? അതിന്റെ ബെൻഡിങ് മൊമെന്റ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാബോളിക് പാത്ത് ആയിരിക്കും. ആ പരാബോളയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ദിസ് വാല്യൂ വിൽ ബി WL²/2 ആയിരിക്കും. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ എന്താണ്? ഇതിന്റെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ W×L ആയിരിക്കും. L ഡിസ്റ്റൻസ് ആണെങ്കിൽ W×L ആയിരിക്കും. അത് സെൻട്രൽ ആക്ട് ചെയ്യും. അതായത് ഈ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ W×L ഇൻറ്റു സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് L/2. അങ്ങനെയാണ് WL²/2 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് വരുന്നത്. നിങ്ങൾ ഇത് എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ അറിയണ്ട, നിങ്ങൾ ജസ്റ്റ് ഈ ഡയഗ്രാം മാത്രം അറിഞ്ഞിരിക്കുക. ഒരു കാൻലിവർ ബീമിന്റെ കേസിൽ ഫ്രീ എൻഡിൽ ഒരു പോയിന്റിലോട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ W×L എന്ന് പറയുന്ന ഒരു ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു കാൻലിവർ ബീമിന്റെ കേസിൽ ഒരു UDL വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു പരാബോളിക് പാത്ത് ആയിരിക്കും. അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ W×L²/2 ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ W×X²/2 ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ W×X²/2 ആയിരിക്കും. അപ്പൊ കാൻലിവർ ബീമിന്റെ കേസിൽ നമുക്ക് പഠിച്ചു. ഇനി ഇതേപോലെ തന്നെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ എങ്ങനെ വരുന്നത് നമുക്കറിയാം. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ഒരു പോയിന്റിലോട് ആക്ട് ചെയ്തു. ഒരു പോയിന്റിലോട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ലെങ്ത് L ആണ്, ഇത് W ആണ്, ഇത് L/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ W×L/4 ആയിരിക്കും.
കാരണം എന്താ, ഇതിന്റെ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W/2 ആയിരിക്കും. ഇപ്പൊ W/2 × L/2 ചെയ്ത് കഴിഞ്ഞാൽ WL/4 വരും. അത് നിങ്ങൾ എങ്ങനെ ബെൻഡിങ് മൊമെന്റ് വന്നു എന്ന് നിങ്ങൾ അറിയേണ്ട, വാല്യൂ അറിഞ്ഞിരിക്കണം. ഈ വാല്യൂവിന്റെ വേരിയേഷൻ എഗെയിൻ ട്രയാങ്കുലർ പാത്താണ്. എവിടെയാണോ ലോഡ് ആക്ട് ചെയ്ത് അതിന്റെ താഴത്ത്, അതായത് സെന്ററിൽ പോയിന്റിലോട് വന്നു കഴിയുമ്പോൾ W/L/4 ആയിരിക്കും. ഇതേപോലെ തന്നെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ ഒരു UDL ആക്ട് ചെയ്തു. എഗെയിൻ UDLന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ W/m ആണ്. ഇത് L ആണ് ഇതിന്റെ സ്പാൻ. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ എ പരാബോളിക് പാത്ത് ആയിരിക്കും. ഈ പരാബോളയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W/L²/8 ആണ്. നമുക്കറിയാം അല്ലെ, നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചതാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ അന്ന് നമ്മുടെ ഈ പറയുന്ന ഈ മൊഡ്യൂളിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് കാന്റിലിവർ ബീമിന്റെയും അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെയും ആണ്. അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ നമ്മളിപ്പോൾ പഠിച്ചു. ഒരു പോയിന്റിലോട് സെൻട്രൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ WL/4 ആയിരിക്കും. അതേപോലെ തന്നെ ഒരു UDL വന്നു കഴിഞ്ഞാൽ WL²/8 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമുക്ക് എങ്ങനെയാണ് മൊമെന്റ് ഏരിയ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻ ഞാൻ സാമ്പിൾ ആയിട്ട് കൊടുക്കുകയാണ്. കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് എ കാന്റിലിവർ ബീം ഓഫ് ലെങ്ത് L ആൻഡ് എ പോയിന്റ് ലോഡ് W at ഫ്രീ എൻഡ്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു കാന്റിലിവർ ബീമാണ്, സപ്പോർട്ട് ഉണ്ടല്ലോ, എയും ബിയും ഉണ്ട്, ഒരു കാന്റിലിവർ ബീമാണ്. അപ്പൊ കാന്റിലിവർ ബീമിന്റെ അകത്ത് ഫ്രീ എൻഡിൽ W എന്ന് പറഞ്ഞ ഒരു പോയിന്റിലോട് ആക്ട് ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് ഉണ്ടാവുന്ന മാക്സിമം ഡിഫ്ലക്ഷനും മാക്സിമം സ്ലോപ്പും കണ്ടുപിടിക്കണം. അപ്പൊ അതിനാണ് മൊമെന്റ് ഏരിയ തിയറംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. മൊമെന്റ് ഏരിയ തിയറംസ് നമുക്ക് അറിയാം. എന്താണ് മൊമെന്റ് ഏരിയ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ദ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നിങ്ങൾ അറിഞ്ഞിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒരു കാന്റിലിവർ ബീമിന്റെ അകത്ത് ഒരു പോയിന്റിലോട് ഫ്രീ എൻഡിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും. ട്രയാങ്കിൾ ആണ് കേട്ടോ, ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും. അപ്പൊ ട്രയാങ്കുലർ വേരിയേഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W/L ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ വാല്യൂ എന്ന് പറയുന്നത് W/L ആയിരിക്കും. ഇത് ഫ്രീ എൻഡ്, ഇത് B ആണ്, ഇത് A ആണ്. അങ്ങനെയാണെങ്കിൽ W/L ആയിരിക്കും. അപ്പൊ ഈ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. ഇത് എന്ന് പറയുന്നത് ഇതിന്റെ BMD ആണ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചതിന് ശേഷം അതിന്റെ M/EA ഡയഗ്രാം വരയ്ക്കുക. M/EA ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം തന്നെ അത് ഡിവൈഡഡ് ബൈ EI ചെയ്യുക. EA എന്ന് പറഞ്ഞാൽ എന്താണ്? E എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അപ്പൊ ഇത് W/L ആണ് എങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് WL/EA ആയിരിക്കും. WL/EA ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം വരച്ചിരിക്കുന്നത് M ഡയഗ്രാം ആണ്, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് എങ്കിൽ ഇത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ BMD ഡിവൈഡഡ് ബൈ EI ഡയഗ്രമാണ്, അല്ലെങ്കിൽ M/EA ഡയഗ്രമാണ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിരുന്നു, M ഡയഗ്രാം വരയ്ക്കാനായിരുന്നു. അതിന്റെ താഴത്ത് നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പായിട്ട് M/EA ഡയഗ്രാം വരയ്ക്കുക. നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മുടെ മൊമെന്റ് ഏരിയ തിയറം 1ഉം മൊമെന്റ് ഏരിയ തിയറം 2 എന്താണ് പറയുന്നത് നോക്കാം. മൊമെന്റ് ഏരിയ തിയറം 1 പറയുന്നത് നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത്, ഒരു സ്ട്രക്ചറിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ദ M/EA ഡയഗ്രാം ബിറ്റ്വീൻ ദ സ്ലോപ്പ്. അതായത് ഏരിയ ഓഫ് M/EA ഡയഗ്രാം. M/EA ഡയഗ്രത്തിന്റെ ഏരിയ ഏതൊക്കെ തമ്മിലുള്ളത്? മാക്സിമം സ്ലോപ്പും മിനിമം സ്ലോപ്പും തമ്മിലുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്ന ഏരിയ, ആ M/EA ഡയഗ്രത്തിന്റെ ഏരിയ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീ എൻഡിലെ സ്ലോപ്പാണ് കണ്ടുപിടിക്കുന്നത്. കാരണം എന്താണ്? ഒരു കാന്റിലിവർ ബീമിന്റെ കേസിൽ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ആണെങ്കിൽ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു 0. അതേപോലെ തന്നെ കാന്റിലിവർ ബീമിന്റെ കേസിൽ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. അതാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാക്സിമം സ്ലോപ്പും ഡിഫ്ലക്ഷനും ഉണ്ടാവുക ഫ്രീ എൻഡിലായിരിക്കും. ഓക്കെ, അപ്പൊ അവിടുത്തെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതായത് M/EA ഡയഗ്രത്തിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ സ്ലോപ്പ് θB എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? ഇതിലൂടെ ഏതാണ്? θB ഈസ് ഈക്വൽ ടു ഈ M/EA ഡയഗ്രത്തിന്റെ ഏരിയ ആയിരിക്കും. അപ്പോൾ M/EA ഡയഗ്രത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്.
ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആയിരിക്കും. അപ്പൊ ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ആണ്. ബേസ് നമുക്കറിയാം ലെങ്ത് അല്ലെങ്കിൽ ഇതിന്റെ സ്പാൻ ആയിരിക്കും എല് ഇൻറ്റു അതിന്റെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? WL/EI. അപ്പൊ അത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? WL² / 2EI എന്ന് വന്നു അല്ലെ? WL × L WL²/2EI. അതാണ് അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്, θB എന്ന് പറയുന്നത്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് M/A ഡയഗ്രം. M/A ഡയഗ്രത്തിന്റെ ഏരിയ ഏതൊക്കെ തമ്മിലുള്ള ഏരിയ ആണ്? മാക്സിമം സ്ലോപ്പും മിനിമം സ്ലോപ്പും അല്ലെങ്കിൽ തമ്മിലുള്ള ഏരിയ. ഇവിടുത്തെ മാക്സിമം സ്ലോപ്പ് എവിടെ വരുന്നത്? മാക്സിമം സ്ലോപ്പ് വരുന്നത് ഇവിടുത്തെ ഫ്രീ എൻഡിലായിരിക്കും. അതേപോലെ തന്നെ മിനിമം സ്ലോപ്പ് വരുന്നത് ഫിക്സഡ് എൻഡിലായിരിക്കും. അത് തമ്മിലുള്ള ഏരിയ ആണ് ആക്ച്വലി M/A ഡയഗ്രത്തിന്റെ ഏരിയ ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു W × L × L / 2EI. ദാറ്റ് ഈസ് ഈക്വൽ ടു WL² / 2EI. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് M/A ഡയഗ്രം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു L × WL/EI. ദാറ്റ് ഈസ് ഈക്വൽ ടു WL² / 2EI നമുക്ക് കിട്ടി. അതേപോലെ തന്നെ നമുക്ക് സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഡിഫ്ലക്ഷൻ ആണ്. ഇപ്പൊ ഡിഫ്ലക്ഷൻ എന്താണ്? ഞാൻ M/A ഡയഗ്രം മാത്രമായിട്ടൊന്ന് വരയ്ക്കാം, ചെറുതാക്കി വരയ്ക്കുകയാണ്. M/A ഡയഗ്രം ഇങ്ങനെയാണ് വരുന്നത്. ഇത് L ആണ്, ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ WL/EI ആണ്. അങ്ങനെയാണ് എങ്കിൽ സ്ലോപ്പ് അറ്റ് ബി എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് M/A ഡയഗ്രം. ഇത് M/A ഡയഗ്രം ആണ്, M/EI ഡയഗ്രം ആണ്. ഈ M/A ഡയഗ്രത്തിന്റെ മൊമെന്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ബി, ബിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ്. അപ്പൊ അതായത് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു നമ്മൾ നോർമലി പറയാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയും. അല്ലെങ്കിൽ ആ ഫോഴ്സ് എൻറ്റയർ ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മൊമെന്റ് എടുക്കുന്നത് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കുലർ ലോഡാണിത് അല്ലെ? ഇതിനെ ഞാനൊന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കുലർ ലോഡിനെ നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ ലോഡാക്കി മാറ്റുന്നത്? ട്രയാങ്കുലർ ലോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയ ആയിരിക്കും, ടോട്ടൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് അതിനകത്ത് വരുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഞാനിത് നോർമൽ സ്ട്രക്ചർ ആക്കി വരച്ചു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? WL² / EI 2E അല്ലെ? നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിച്ചു അതിന്റെ ഏരിയ എന്താണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഏരിയ ആണ്. അതെന്ന് പറഞ്ഞാൽ WL² / 2EI ആണ്. ഇനി അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഒരു ട്രയാങ്കിളിന്റെ കേസിൽ ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും L/3 ഡിസ്റ്റൻസിലും ഇവിടെ നിന്നും 2L/3 ഡിസ്റ്റൻസിലും ആയിരിക്കും. അപ്പോ ബി ഇതാണ് എങ്കിൽ ബിയിൽ നിന്നും 2L/3 ഡിസ്റ്റൻസിലായിരിക്കും അല്ലെങ്കിൽ 2/3 ഡിസ്റ്റൻസിലായിരിക്കും ഈ പറയുന്ന ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബിയിലുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് WL² / 2EI ആണ് ഇൻറ്റു അതിന്റെ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? 2/3 ഓഫ് L. 2/3 ഓഫ് L. ഓക്കെ. ഇപ്പൊ 2 ക്യാൻസൽ ആയി പോയി. നമുക്ക് കിട്ടുന്നത് WL³ / 3EI എന്ന് നമുക്ക് കിട്ടും. ഈ WL³ / 3EI എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ ആണ്. അല്ലെങ്കിൽ ഒരു കാന്റിലിവർ ബീമിന്റെ കേസിൽ അതിന്റെ ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ അത് പറയുന്നതാണ് മാക്സിമം ഡിഫ്ലക്ഷൻ. അതായിരിക്കും WL³ / 3EI. നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു കാന്റിലിവർ ബീമിന്റെ കേസിൽ ഫ്രീ എൻഡിൽ ഒരു W എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ, ഇതിന്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയാ വരിക? ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാ വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ WL³ / 3EI ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ സ്ലോപ്പ് തീറ്റ എന്ന് പറയുന്നത് θB എന്ന് പറയുന്നത് WL² / 2EI ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഒരു കാന്റിലിവർ ബീമിന്റെ കേസിൽ നമ്മൾ ഒരു ഫ്രീ എൻഡില് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് WL² / 2EI ആയിരിക്കും. അതേപോലെ തന്നെ അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് WL² / 3EI ആയിരിക്കും. ഇത് മൊമെന്റ് ഏരിയ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ വളരെ ഈസിയാണ്. കാരണം എന്ന് വെച്ചാൽ എന്താ, ഒരു കാന്റിലിവർ ബീമിന്റെ കേസിൽ ഒരു പോയിന്റ് ലോഡ് ഫ്രീ എൻഡിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ വേരിയേഷൻ ആണ്. ആ ട്രയാങ്കുലറിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ WL ആണ്.
അങ്ങനെ ഒരു എം ഡയഗ്രാം വരച്ചാൽ ആ എമ്മിന്റെ എം ബൈ ഇ എ ഡയഗ്രാം വരയ്ക്കുക, ഡിവൈഡഡ് ബൈ ഇ എ വരയ്ക്കുക. ഇനി അതിന്റെ ഏരിയ എന്ന് പറയുന്നത് സ്ലോപ്പ് ആയിരിക്കും, അതിന്റെ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീ എൻഡ് എന്ന് പറയുന്നത് ആയിരിക്കും അതിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക. നമ്മളെപ്പോഴും മൊമെന്റ് ഏരിയ തിയറംസ് ഉപയോഗിക്കുന്നത് ഒരു സ്ട്രക്ചറിന്റെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇതിന്റെ ഏറ്റവും ബേസ് ആണ്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ അഡ്വാൻസ്ഡ് പ്രോബ്ലംസിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. താങ്ക് യു.